ഷാജേട്ടാ, ഓ എടാ, നിന്റെ അടുത്ത് ഇന്നലെ വരാനല്ലേ പറഞ്ഞത്? അത് ഇപ്പോഴാണോ വരുന്നത്? അത് വീട്ടിൽ കുറച്ച് പ്രശ്നമായി പോയി, അതാ ഇന്നലെ എത്താൻ പറ്റാതെ. ഐശ്വര്യമായിട്ട് ഈ താക്കോല് പിടി, എന്നിട്ട് നീ ഇതൊക്കെ നോക്ക്. ആൾക്കാർ വരും, ഞാൻ ഓർഡർ എടുക്കാനുണ്ട്. പോയിട്ട് വരാം. അങ്ങോട്ട് വരും. എന്തായാലും ജോലി കിട്ടിയത് ഒന്ന് അവളെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം, അവക്കൊരു സന്തോഷമാവുള്ളൂ. എടുക്കുന്നില്ലല്ലോ, ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഹലോ എടി, പിന്നെ എനിക്കൊരു ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്കും വിളിക്കരുത്. ഒന്നാമത് എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്ന് ഓഫീസിൽ നിന്ന് സാലറിയും കിട്ടിയിട്ടില്ല, ആകെ പ്രശ്നമാണ്. ഞാൻ മൊത്തത്തിൽ പ്രഷറില്. നീ എനിക്കൊരു 2000 രൂപ തരാൻ പറ്റുമോ? കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്കത് തരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നീ എന്റെ അക്കൗണ്ടിലേക്ക് ഇടും. ഇല്ല, ഞാൻ ആരെങ്കിലും വാങ്ങിത്തരാം, ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി. ആരെ വിളിക്കും? ഷാജേട്ടനൊന്ന് വിളിച്ചു നോക്കാം. ഷാജേട്ടാ, പിന്നെ എനിക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, ഒരു 2000 രൂപ തരുമോ? അതിനെന്താടാ, ഹോസ്പിറ്റൽ കേസ് അല്ലേ, ഞാൻ നിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാം. ഇത് തന്നെയല്ലേ ഗൂഗിൾ പേ നമ്പർ? ഇട്ടേക്കാം. ഓക്കെ, ശരിയേട്ടാ, വലിയ ഉപകാരേ. ഓക്കെ ഓക്കെ, ഇട്ടേക്കാം. അർജന്റ് അല്ലേ? എന്നാ നമുക്ക് 2 ഐസ്ക്രീം കഴിച്ചിട്ട് നാളെ. പൈസ ഇട്ട് കൊടുത്തേ അറിഞ്ഞു കാണത്തില്ല, ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ഇതില്ല, അഖിലാണല്ലേ? തന്നോട് പറഞ്ഞിട്ടില്ലേ ഇവന്മാരെ കൂടെ കമ്പനി അടിക്കല്ലേ? നീ ഫോണിങ് എടുത്തേ, നിനക്കൊരു കാര്യം കാണിച്ചു തരാം. നീ ഇതൊന്ന് നോക്കി. ഇതെന്തോന്ന്? പൈസ ഇല്ല 2000 രൂപ അക്കൗണ്ടില്. അതാണ്, ഇങ്ങനെയുള്ള പൊട്ടന്മാരെ കൊണ്ട് നടന്നാലേ നമുക്ക് ഉപയോഗമുള്ളൂ. ഇന്നത്തെ ചെലവ് മൊത്തം എന്റെ വകയാണ്. നീ ചേട്ടാ, ഐസ്ക്രീം ഒന്നും വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് പോവാം.